അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഇവിടെ കുറച്ച് നമ്മുടെ വഴുതനങ്ങ എല്ലാം എന്താ പറയുക മുറിച്ച് റെഡിയാക്കി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നീളത്തിലെ വഴുതനങ്ങയാണ്. അപ്പോൾ അത് ഇച്ചിരി ഒരു എന്താ പറയുന്നത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് നമ്മൾ അടിപൊളി ഒരു കറിയാണ് നമ്മളിത് റെഡിയാക്കാൻ പോകുന്നത്. വളരെ വേഗം തയ്യാറാക്കാനും പറ്റും. അതായത് ഇതിനകത്തൊരു പ്രത്യേകത തേങ്ങയൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം നമ്മുടെ അടുക്കളയുള്ള സാധനങ്ങൾ മാത്രം മതി. വളരെ എളുപ്പമാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ അതായത് നമ്മുടെ ചീനച്ചട്ടിക്കകത്താണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് അടികട്ടിയുള്ള ഏതെങ്കിലും പാത്രം എടുക്കാം. അതെ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ജസ്റ്റ് 1 ടീസ്പൂണോളം എണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട്. കുക്കിംഗ് ഓയിൽ അത് കേട്ടോ നല്ലത്. കാര്യം വെളിച്ചെണ്ണ വേണ്ട, അതാണ് നല്ലത്. അപ്പോൾ നമുക്കിനി ഇത് ഈ വഴുതന ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി മറ്റേ വെന്ത് പോകരുത്. വെന്ത് പോകണ്ട, ഒരു അര ഭാഗം കുക്കാകും. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഒരു സാധനം ഒരു സാധനം കൊടുക്കണം. രണ്ട് സാധനം. ഒന്നാമത്തെ സാധനം നമ്മുടെ ഉപ്പാണ്. നമ്മൾ ഈ കറിക്ക് ആവശ്യമായ മുഴുവൻ ഉപ്പ് ചേർക്കുന്നില്ല. ഈ ഇതിലൊന്ന് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വേണ്ടി വരത്തില്ലായിരിക്കും. പറയാനൊന്നും അതിൽ ഒരു ക്വാണ്ടിറ്റി ഇല്ല. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ നമ്മുടെ കുരുമുളക്, അടിപൊളി കുരുമുളക് കേട്ടോ. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ അങ്ങ് എന്താ പറയുക, അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറും. ഒരുപാട് വേണ്ട. അപ്പോൾ ഇനി ഇതുണ്ടല്ലോ നമ്മളൊരു ലോ ഫ്ലെയിമിൽ, ഒരുപാട് തീയും വേണ്ട, എന്നാൽ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് എണ്ണ പറ്റണം. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കിയിട്ട് കാണിക്കുക. അപ്പോഴേ നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ നമ്മളുടെ ആ കറക്റ്റ് രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇതിനകത്ത് വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ വെള്ളത്തിന് ആവശ്യമില്ല ഇതിനകത്ത്. അപ്പോൾ നമുക്ക് കോരി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെ ഇറങ്ങി പോരുകയാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ടാണ് ഇതൊന്ന് വഴറ്റിയെടുത്തത്. വഴുതനങ്ങയ്ക്കകത്ത് നല്ല എന്താ പറയുന്നത് ജലാംശം കൂടുതലുണ്ട്. അത് പ്രത്യേകിച്ച് നല്ല വലിപ്പമുള്ള വഴുതനങ്ങയാണെങ്കിൽ ഇച്ചിരി കൂടുതൽ വേണം. നമ്മൾ ഉണ്ട ഉണ്ടല്ലോ, അതാ ഉണ്ട പോലിരിക്കുന്നത്, അതാണല്ലോ അടിപൊളിയായിട്ട്. മറ്റേ ഈ ചെറിയ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ ഉണ്ട വഴുതനങ്ങയില്ലേ, ബൾബ് പോലിരിക്കുന്നത്, അതാണെങ്കിലും ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് എന്താ പറയുന്നത് ആ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആ കറക്റ്റ് രീതി നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് പോകും. നമുക്കിപ്പോൾ ആ ഒരു അത്രയും ഒരു ആവശ്യമില്ല. നമുക്കിതിങ്ങനെ ഇതിൻ്റെ വെള്ളമെല്ലാം മാറ്റി നമുക്ക് കേൾക്കാം. അപ്പോൾ അതായത് നമ്മൾ വഴുതനങ്ങ കംപ്ലീറ്റ് നമ്മൾ കോരി മാറ്റി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരുവ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ കൂടുതൽ നമ്മളിത് വെന്ത് പോകരുത്. ഒരു എന്താ പറയുക, ഒരു മീഡിയം രീതിയിൽ മാത്രം ഇത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇനി ആ ചീനച്ചട്ടിക്കകത്ത് തന്നെയാണ് നമ്മൾ ബാക്കി പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ചട്ടിക്ക് ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഒരു സ്വല്പം എണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, 1 ടീസ്പൂൺ. അതല്ല, രണ്ടിനും കൂടെ ഒരു എന്താ പറയുന്നത് ഒരു 1.5-2 ടീസ്പൂണിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. ഒത്തിരി എണ്ണ വേണ്ട. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് സവാള അത് നമ്മളിങ്ങനെ കുരുമുര അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നല്ല എന്താ പറയുന്നത് അത്യാവശ്യം ഒന്നൊരു ഗോൾഡൻ കളറാകുന്ന ആ ഒരു രീതിക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ നമുക്കിടാം. അപ്പോൾ ആകുന്ന സമയത്ത് എല്ലാം ഒരുമിച്ച് ആയിക്കോളും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ചതച്ച് ചതച്ചതോ കൊത്തിയരിഞ്ഞോ അല്ലെങ്കിൽ പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. കാരണം നമുക്ക് ഗാർലിക്ക് വിടണം. അപ്പം നമ്മളത് രണ്ടും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നേ ഉള്ളൂ. റെഡിമെയ്ഡ് പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പണിയെടുക്കും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു സാധനം വെച്ചിട്ടുള്ളത് എന്താ പറയുക, തക്കാളി. അത് നമ്മൾ കുഞ്ഞിങ്ങനെ അരിഞ്ഞ തക്കാളിയാണ്. അപ്പം നമ്മൾ ഇതെന്താ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പ പരിപാടി. ഇത് ഓരോന്ന് വെച്ച് നമ്മൾ ആക്കി എടുക്കുമ്പോഴത്തേനും പിന്നെ നമ്മൾ തക്കാളി ഇടുമ്പോൾ അതിൻ്റെ വെള്ളം കൂടി പിന്നെ താമസം. ഇപ്പം രാവിലെയൊക്കെ നമുക്ക് പോകാൻ നേരം അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടത്. അപ്പോൾ ഇനി പച്ചമുളക് നമ്മൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാതെ. അപ്പം അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി ഇതൊരു
ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്നു. അപ്പോൾ ഇത് ഈ വഴന്നു വരുന്ന ഒരു നേരം ഉണ്ടല്ലോ, ആ സമയത്തുണ്ടല്ലോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ, മറക്കരുത്. അപ്പോൾ ഇതൊന്ന് വഴന്നു വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി തക്കാളി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വഴന്ന് റെഡിയായി സെറ്റപ്പ് ആയിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, അതിനുള്ള മുളക് പൊടി. അതെ, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് നമ്മളെ കാശ്മീരിയും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്തരം പൊടികൾ മതി. ഇതൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഉള്ളതല്ലേ, സർവ്വസാധാരണ മതി. അപ്പോൾ ഇനി ഈ പൊടികളുടെയൊക്കെ ഒരു മണമൊക്കെ ഒന്ന് മാറണം, പച്ചമണം. അപ്പം അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ നേരത്തെ നമുക്ക് ഇതിനകത്ത് തീ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ടേ നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈരാണ്, നല്ല കട്ട തൈരാണ്, നല്ല പുളിയുള്ള കട്ട തൈര്. അപ്പോൾ അത് നമുക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ വെന്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രിഞ്ചാൾ അതിങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. വേഗം നമ്മളത് ചേർത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണേ. നമ്മള് എന്തോ നേരത്തെ ഈ സാധനം നമ്മൾ വഴറ്റാൻ നേരം മാത്രം ഒരു സ്വല്പം ഉപ്പ് ചേർത്തിട്ടേ ഉള്ളൂ, വേറെ ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല. അതെ, ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ തൈരിന്റെ പുളിയൊക്കെ നോക്കിയിട്ട് ഉപ്പ് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം. അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. തീ കൂട്ടി വെച്ചിട്ട് വെള്ളം ഒഴിക്കാതെ. അപ്പൊ ഇനി ഇത് ഈ ഒരു വെള്ളത്തിൽ ഇരുന്ന് വേകണം. അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഓൾറെഡി നമ്മുടെ ഇതൊന്ന് ഒരു പകുതിയോളം നമുക്ക് ഒന്ന് വെന്ത് കിട്ടിയതാണ്. അപ്പൊ ഇനി ഇത് ഒരുപാടിട്ട് ഇളക്കി ഇത് പൊട്ടിക്കാതെ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അടച്ചു വെച്ച് ഒരു മിനിറ്റ് മതി. നന്നായിട്ട് വേഗണം. അപ്പൊ ഇത് ഇവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ച് വേവിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പൊ അതായത് നമ്മുടെ സംഭവം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. അടിപൊളി. അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ കറക്റ്റ് പരിവം എന്ന് പറയുന്നത്. ഒരുപാട് അങ്ങ് ചാറ് ആകരുത്, എന്നാൽ ഒരു കുറുകി നിൽക്കണം. അതെ, ഒന്ന് കുറുകി നിൽക്കണം. നമ്മൾ ഇടയ്ക്കൊന്ന് ഇത് തുറന്ന് മൂടിയൊക്കെ തുറന്ന് ഇളക്കിയൊക്കെ ഇട്ടായിരുന്നു. അതെ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തീയൊക്കെ നമുക്ക് കുറയ്ക്കാം കേട്ടോ. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മളിത് നല്ല കുരുകുരാന്നരിഞ്ഞ് വെച്ച് നമ്മുടെ മല്ലിയില, ഇത് ഓപ്ഷനാണ് കേട്ടോ, മല്ലിയില വേണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ മല്ലിയിലയാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് മല്ലിയിലയാണ്. അതെ, കറിവേപ്പില ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ചേർത്ത് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് അങ്ങോട്ട് ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി നന്നായിട്ടത് ഒന്ന് എല്ലായിടത്തും ഈ മല്ലിയില നമുക്കൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അവിടെ എന്താ പറയുന്നത് ദാൽ ചാവൽ എന്നൊക്കെ പറയത്തില്ല, അതിൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ സംഭവം. അപ്പോൾ എന്തായാലും കൊള്ളാം, ഇതൊന്ന് തയ്യാറാക്കി നോക്ക്. വഴുതനങ്ങയൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ സർവ്വസാധാരണമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണല്ലോ. ചെയ്യുന്നത് ഇതുപോലൊക്കെ ഇടയ്ക്ക് ഒന്ന് മാറ്റി പിടിക്കണം. അപ്പം അഥവാ ഇപ്പോൾ ഇല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചിട്ടാണല്ലോ ഇത് ചെയ്ത് നോക്കുക. കാര്യം അന്യായ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യായ ടേസ്റ്റ് സംഭവം. അപ്പോൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും നിർദ്ദേശവും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് എഴുതുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വീഡിയോക്ക് ഇത് ലൈക്കൊക്കെ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്യണം. അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സ്ഥിരം കലാപരിപാടികൾ വരുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം. അടുത്ത ഒരു കിടുക്കാച്ചി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.